പാലക്കാട്ടേക്ക് പോകുകയാണ്. BJP ഏറ്റവും നേട്ടമുണ്ടാക്കുന്ന ജില്ലകളിലൊന്നാണ്. അവിടെ അകത്തേത്തറ, അട്ടപ്പാടി, പുതൂർ പഞ്ചായത്തുകൾ BJPയുടെ ഭരണത്തിലേക്ക് ചരിത്രത്തിൽ ആദ്യമായി എത്തുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, പാലക്കാട് നഗരസഭ കഴിഞ്ഞ 10 വർഷമായി BJPയുടെ ഭരണത്തിലായിരുന്നു. ഇന്നലെ പുതിയ ഭരണസമിതി അധികാരമേൽക്കുന്നു. അതായത് 15 വർഷം ഇനിയും പാലക്കാട് നഗരസഭ BJP ഭരണത്തിൽ തന്നെ ആയിരിക്കും. ആ കാര്യത്തിൽ തർക്കമില്ല. ഇത് കൂടാതെ ഗ്രാമീണ മേഖലകളിലേക്ക് കൂടി പാലക്കാട് BJP വലിയ സ്വാധീനം ചെലുത്തുന്നു എന്നതാണ് ഈ അകത്തേത്തറയിലെയും അട്ടപ്പാടിയിലെയും പുതൂരിലെയും ഒക്കെ വിജയം ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം 9ഓളം ഗ്രാമപഞ്ചായത്തുകളിൽ ടോസിംഗ് അനിവാര്യമാകേണ്ട ഒരു പശ്ചാത്തലം കൂടി പാലക്കാട് നിലനിൽക്കുകയാണ്. അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഈ NDAയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരസഭ, അതോടൊപ്പം തന്നെ മലമ്പുഴ, അതിനൊക്കെ അപ്പുറത്തേക്ക് പല പഞ്ചായത്തുകളിൽ ഇത്തവണ നിർണായക ശക്തിയായി മാറുന്നു. പ്രത്യേകിച്ച് അട്ടപ്പാടി എന്നൊക്കെ പറയുമ്പോൾ വനവാസി മേഖലയാണ്. അത്തരം സ്ഥലങ്ങളിലേക്ക് ഏതാണ്ട് മത്സരിച്ച ഭൂരിപക്ഷവും SC/ST കാൻഡിഡേറ്റുകളാണ്. അവരിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ടുള്ള വിജയമാണ് BJP പാലക്കാട് നേടിയിരിക്കുന്നത്. അപ്പോൾ ഈ പഞ്ചായത്തുകളുടെയൊക്കെ സാഹചര്യം എന്താണ്? ഒപ്പം ഇന്ത്യ സഖ്യം അവിടെ വർക്കൗട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ ഈ ഗ്രാമപഞ്ചായത്തുകൾ? ആരും ഗൗതം, ഈ പാലക്കാട്ട് അകത്തേത്തറ പഞ്ചായത്താണെങ്കിലും അതുപോലെ തന്നെ പുതൂർ പഞ്ചായത്താണെങ്കിലും ഒക്കെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് BJP അവിടെ അധികാരത്തിലേക്ക് എത്തുന്നത്. അതും CPMന്റെ കോട്ടകൾ തകർത്തുകൊണ്ടാണ്. ഈ 38 വർഷമൊക്കെ CPM ഭരിച്ച പഞ്ചായത്താണ് അകത്തേത്തറ. പുതൂർ പഞ്ചായത്തും സമാനമായ രീതിയിൽ തന്നെയാണ്. CPMന്റെ കോട്ടയായിരുന്നു. പക്ഷേ അവിടെ CPMനെ തന്നെ നാമാവശേഷമാക്കി അവർക്ക് 0 സീറ്റുകളാണ് LDFന് അകത്തേത്തറ ഈ പുതൂർ പഞ്ചായത്തിലുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പഞ്ചായത്തുകളിലൊക്കെ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടാണ് BJP അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കതിൽ പ്രധാനമായിട്ടും ഈ 2 പഞ്ചായത്തുകളിലും BJP ഏതായാലും അധികാരത്തിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ അകത്തേത്തറ പഞ്ചായത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ BJPയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നത് PA ബിന്ദു ആണ്. പട്ടികജാതി സംവരണ സീറ്റാണത്. പ്രസിഡന്റ് സ്ഥാനം എന്നുള്ളത് പട്ടികജാതി സംവരണമാണ്. അവിടെ PA ബിന്ദു ആണ് BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത്. ഈ അകത്തേത്തറ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ BJPക്ക് കൃത്യമായ ഭൂരിപക്ഷം ഉണ്ട്. 10 സീറ്റുകളിൽ കൃത്യമായി വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പ്രസിഡന്റായിട്ട് അനായാസം തന്നെ ഈ ബിന്ദുവിന് വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അകത്തേത്തറ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റായിട്ട് ഉച്ചയ്ക്ക് ശേഷം 2:30 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത് G സുജിത്ത് എന്ന BJPയുടെ മണ്ഡലം പ്രസിഡന്റ് കൂടെ ആയ വ്യക്തിയാണ് അവിടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. യുവാവാണ്. അദ്ദേഹത്തിനും അനായാസം തന്നെ അവിടെ വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അട്ടപ്പാടി പുതൂർ പഞ്ചായത്തിന്റെ സവിശേഷത എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ BJPക്ക് 8 അംഗങ്ങൾ ആണ് ഉള്ളത്. ആ 8 അംഗങ്ങളിൽ 7 പേരും പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള, അതായത് വനവാസി വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ് ഈ 7 പേരും എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. അവിടെ പുതൂർ പഞ്ചായത്തിൽ പ്രസിഡന്റായിട്ട് C തങ്കവേലാണ് മത്സരിക്കുന്നത്. അതുപോലെ വൈസ് പ്രസിഡന്റായിട്ട് പുഷ്പ എമ്മും ഈ പുതൂർ പഞ്ചായത്തിൽ മത്സരിക്കുന്നുണ്ട്. പുതൂർ പഞ്ചായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPMനെ അല്ലെങ്കിൽ CPI ഒക്കെ ഉൾപ്പെടുന്ന ഇടതുപക്ഷത്തെ നാമാവശേഷമാക്കിക്കൊണ്ടാണ് BJP അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 8 സീറ്റുകളിൽ BJP വിജയിച്ചപ്പോൾ 5 സീറ്റുകളിലാണ് UDF വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും BJPക്ക് അനായാസമായി തന്നെ അധികാരത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ അടുത്തതായിട്ടുള്ളത് പാലക്കാട് പറളി പഞ്ചായത്താണ്. പറളി പഞ്ചായത്തിൽ CPMും അല്ലെങ്കിൽ ഇടതുപക്ഷവും BJPയും ഒപ്പത്തിനൊപ്പമാണ്. 8 സീറ്റുകൾ വീതമാണ് നേടിയിരിക്കുന്നത്. ഇവിടെ സ്വാഭാവികമായിട്ടും ആദ്യ റൗണ്ടിൽ മത്സരം ഉണ്ടാവും. മത്സരത്തിൽ ആദ്യ റൗണ്ടിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF പുറത്താവാനുള്ള സാധ്യതയാണ് നമുക്ക് പറളി പഞ്ചായത്തിൽ കാണുന്നത്. 2ാം റൗണ്ടിലേക്ക് കടക്കുന്ന സമയത്ത് NDAയും അല്ലെങ്കിൽ BJPയും ഇടതുപക്ഷവും ഒപ്പത്തിനൊപ്പം ആയത് കൊണ്ട് തന്നെ ആ 2 പേരുകൾ വരുമ്പോൾ ആ 2 പേരുകൾ പിന്നീട് നറുക്കെടുപ്പിലൂടെ ആയിരിക്കും ആർക്കായിരിക്കും അവിടെ പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുക, ആർക്കായിരിക്കും ഒക്കെ ഉൾപ്പെടെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ BJP പാലക്കാട് ഭരണത്തിലേക്ക് ഏറാൻ പോകുകയാണ്. നഗരസഭയ്ക്ക് അപ്പുറം ഗ്രാമീണ മേഖലകളിൽ കൂടി പാലക്കാട് BJP കൂടുതൽ കരുത്താർജിക്കുന്നു. മുൻപും പാലക്കാട് ഗ്രാമങ്ങളിൽ BJPക്ക് സംഘടനാ സംവിധാനം വളരെ വിപുലമായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിൽ പഞ്ചായത്തുകളുടെ ഭരണം പിടിക്കുന്ന നിലയിലേക്ക് അത് എത്തിയിരുന്നില്ല. ഇപ്പോൾ പാലക്കാട് വലിയ മാറ്റം പഞ്ചായത്ത് അടിസ്ഥാനത്തിലും കാണാൻ സാധിക്കുന്നു. അത് നമുക്ക് ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ ആ ചിത്രം വ്യക്തമാകും. അരുൺ ആലത്തൂരാണ് വിശദമായ വിവരങ്ങളുമായി പാലക്കാട്ട് നിന്നും ചേർത്തത്.